ജോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം. ജോബ് തുടർന്നും, എൻ്റെ അവകാശം എടുത്തു കളഞ്ഞ ദൈവമാണ്, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ്. എന്നിൽ ശ്വാസമുള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ നാസികയിലുള്ളിടത്തോളം കാലം എൻ്റെ അധരം വ്യാജം പറയുകയില്ല, എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവിടുകയുമില്ല. നീതിനിഷ്ഠനായ ഞാൻ മുറുകെ പിടിക്കും, അത് കൈവിട്ടു പോകാൻ സമ്മതിക്കുകയില്ല. എൻ്റെ ഹൃദയം കഴിഞ്ഞുപോയ ഒരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുകയില്ല. എൻ്റെ ശത്രു ദുഷ്ടനെപ്പോലെയും എതിരാളി അധർമ്മിയെപ്പോലെയും ആയിരിക്കട്ടെ. ദൈവം അധർമ്മിയെ വെട്ടി നീക്കുമ്പോൾ, അവൻ്റെ ജീവൻ എടുത്തു കളയുമ്പോൾ അവൻ്റെ പ്രത്യാശ എന്തായിരിക്കും? കഷ്ടത അവൻ്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ? അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കും. സർവശക്തൻ്റെ ഉദ്ദേശം ഞാൻ മറച്ചു വയ്ക്കുകയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണല്ലോ. എന്നിട്ട് നിങ്ങൾ വ്യർത്ഥഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട്? ദുഷ്ടന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഓഹരിയും മർദ്ദകർക്ക് സർവശക്തിയിൽ നിന്ന് ലഭിക്കുന്ന അവകാശവും ഇതത്രേ. അവൻ്റെ സന്താനങ്ങൾ പെരുകുന്നെങ്കിൽ അവർ വാടിനിരയാകാൻ വേണ്ടിയാണ്. അവൻ്റെ സന്തതികൾക്ക് വേണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല. അവനെ അതിജീവിക്കുന്നവരെ മഹാമാരി പിടികൂടും. അവൻ്റെ വിധവകൾ വിലപിക്കുകയില്ല. അവൻ പൊടി പോലെ വെള്ളി കുന്നുകൂട്ടിയാലും കളിമണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ കുന്നുകൂട്ടാമെന്നേയുള്ളൂ. നീതിമാൻ അത് ധരിക്കും, നിഷ്കളങ്കൻ വെള്ളി പങ്കിടും. അവൻ്റെ ഭവനം ചിലന്തി വല പോലെയും കാവൽക്കാരൻ്റെ മാടം പോലെയുമാണ്. ഇപ്പോൾ അവൻ സമ്പന്നനായി ഉറങ്ങാൻ പോകുന്നു, എന്നാൽ ഇനിയൊരിക്കലും അവൻ അങ്ങനെ കഴിയുകയില്ല. ഉണ്ണുമ്പോഴേക്കും അവൻ്റെ ധനം നഷ്ടപ്പെട്ടിരിക്കും. വെള്ളപ്പൊക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തും. രാത്രിയെ ചുഴലിക്കാറ്റ് അവനെ വഹിച്ചു കൊണ്ടുപോകുന്നു. കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുത്ത് അവൻ പോയി. സ്വസ്ഥാനത്ത് നിന്ന് അവനെ അത് നീക്കിക്കളയുന്നു. അത് നിർഭയം അവൻ്റെ മേൽ ചുഴറ്റി അടിക്കുന്നു. അതിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ പ്രാണഭയത്തോടെ ഓടുന്നു. അത് അവൻ്റെ നേരെ കൈ കൊട്ടുകയും അവൻ്റെ നേരെ സൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. പ്രിയമാണ് വീഡിയോയിലുള്ളത്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.